നാവിനൽപ്പം നീട്ടവും ജനങ്ങളെ കള്ളത്തരം പറയാനുള്ള കഴിവുമുണ്ടെങ്കിൽ ഞാനൊരു റിയൽ എസ്റ്റേറ്റ് മേലാളന്മാരായി പ്രഖ്യാപിക്കുകയും അള്ളാന്റെ ദുനിയാവിന് വേലികെട്ടി തിരിച്ച് കച്ചവടം നടത്തി കോടികൾ സമ്പാദിക്കുകയും ചെയ്യുന്ന മനസാക്ഷി കുത്തില്ലാത്ത കച്ചവടക്കാരുടെ കഥ. ഇങ്ങനെ പലതും ഈ സമുദായത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഓരോ ദിവസത്തിലെ പത്രമാധ്യമങ്ങളും എത്രമാത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിനനുസരിച്ച് തന്നെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളാണോ എന്ന് ചിന്തിപ്പിക്കപ്പെടുന്ന രൂപത്തിലുള്ള വ്യത്യസ്ത പരീക്ഷണ രോഗരൂപങ്ങളും നമ്മൾ സമൂഹത്തെ കാണുന്നു. അതാണ് അള്ളാഹു തആല ചോദിച്ചതും അലം യഅനിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. മനുഷ്യരെ, ആരെയാ നിങ്ങൾ കാത്തിരിക്കുന്നത്? അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിലേക്കൊന്ന് മടങ്ങാൻ, ആ വിശുദ്ധ ഖുർആൻ ഒന്ന് പാരായണം നടത്താൻ. നാളെ മറ്റന്നാൾ മരിച്ച് കബറോട് ചേർത്ത് വെക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നതിൽ മൂന്നാമത്തെ ചോദ്യം മഹാദൽ കിതാബ്, ഏതായിരുന്നു ഈ ഗ്രന്ഥമെന്ന. ആ വേദഗ്രന്ഥത്തെക്കുറിച്ച് പഠിക്കാൻ, ഓതാൻ, അതിന്റെ ആയത്തുകളെ കുറിച്ച് തിരിച്ചറിയാൻ, അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ, അതിനാ നമ്മുടെ ജീവിതത്തെ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. നാലാമത്തത് അള്ളാഹുവിന്റെ പ്രവാചകനിലുള്ള വിശ്വാസം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ സമൂഹത്തോടും ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ തിരുദൂതനെ സ്നേഹിക്കുന്നതിന്റെ വികലമായ രൂപങ്ങൾ ഈ സമൂഹത്തിൽ നമ്മൾ കാണാറുണ്ട്. റബിയുൽ അവ്വലിന്റെ 12-ാം തീയതി ദഫ്മുട്ടിയും പാട്ടുപാടിയും തലയിൽ റിബണ് കെട്ടിയും മൂക്കുമുട്ട ഭക്ഷണം കഴിച്ചും തക്ബീർ ചൊല്ലി രാവും പകലും വ്യത്യാസമില്ലാതെ ആണും പെണ്ണും ഇടകലർന്ന് കാണിക്കുന്ന ആഘോഷം, ആ പ്രവാചക സ്നേഹം ഇസ്ലാമിലില്ല, ബിദ്അത്താണ് എന്ന് പറയുന്നവരാ നമ്മൾ. അതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിക്കുന്നവർ. പക്ഷേ അതേ നമ്മളെ ജീവിതത്തിൽ പ്രവാചക സ്നേഹത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം പോലും മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാൻ നമ്മളെ ജീവിതത്തിൽ നമ്മൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ആ പ്രവാചകൻ പഠിപ്പിച്ച മാർഗത്തിലൂടെ സ്വന്തം ജീവിതത്തെ ചിട്ടപ്പെടുത്തിയിട്ടായിരിക്കണം. എന്റെ മുൻപിലിരിക്കുന്നവരോട് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ, നമ്മളെല്ലാവരും കല്യാണം കഴിക്കാനുള്ളവരാ. ഇന്ന് കല്യാണ രംഗത്താ കൂടുതലും പ്രവാചക വചനങ്ങളെ ആളുകൾ ധിക്കരിക്കാറുള്ളത്. കൂട്ടുകാരന്റെയും കുടുംബക്കാരുടെയും ബന്ധക്കാരുടെയും വീട്ടിൽ എന്ത് കണ്ടോ അതാ ഇന്ന് കല്യാണ രംഗത്ത് നമ്മളെ മാമൂലുകള്. പടകം പൊട്ടിക്കലും പാട്ടുവെച്ചു തുള്ളലും ആണും പെണ്ണും ഇടകലർന്ന് ആഘോഷത്തിമിർപ്പിലാടലും തലമുതിർന്ന സ്ത്രീകൾ പോലും കൈകൊട്ടിക്കളിച്ച് ഒപ്പനയെന്ന ഓമനപ്പേരിട്ട് പുതുക്കം പോകലുകളും JCBയിലും ഒട്ടകപ്പുറത്തും 4 ചക്ര മുൾചക്ര വാഹനത്തിൽ പുതിയാപ്പിളയെ ആനയിച്ചു കൊണ്ടുവരലും 10-20 ചെറുപ്പക്കാർ മണിയറയിലേക്ക് ഇടിച്ചു കയറലും വീട്ടുകാരനെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങലും ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് മോഡല് ആ ഭർത്താവിന്റെ കൂടെ ചെന്ന് താലി കെട്ടുന്ന സമ്പ്രദായവും, ഇങ്ങനെ പലതും ഇസ്ലാമിൽ ഇല്ലാത്തതാ കല്യാണ രംഗത്ത് പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ റസൂലുള്ള പഠിപ്പിച്ചത് ഖൈറുൻ നിക്കാഹി ഐസുറുഹു, ലാളിത്യത്തിന്റേതാണെങ്കിൽ ആ ലാളിത്യ മര്യാദ ജനങ്ങളെ കാണിക്കാൻ സാധിക്കണം. ഇസ്ലാം പഠിപ്പിച്ച മര്യാദക്കനുസരിച്ച് പ്രവാചക വചനങ്ങളെ സ്നേഹിക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. അതല്ലേ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതും മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, എന്നെ സ്നേഹിക്കുന്നവൻ അവനുണ്ടായിരിക്കേണ്ട ഒരു യോഗ്യത എന്താ? എന്റെ പ്രവാചകനെ സ്നേഹിക്കുന്നവൻ ആ പ്രവാചകന്റെ വചനങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അംഗീകരിച്ച് ജീവിതത്തിൽ പകർത്തുന്നവനായിരിക്കണം. അതാണ് പ്രവാചക സ്നേഹം. നോട്ടമായാലും പെരുമാറ്റമായാലും ആ രീതി നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് നമ്മളൊരു MSMകാരനാകുമ്പോ ജനങ്ങൾ നമ്മളെ വീക്ഷിക്കുന്നത് ആ രൂപത്തിലാ. സംസ്കാര സമ്പന്നതയുടെ നല്ല മാർഗങ്ങളായിട്ട് അവര് നമ്മളെ വീക്ഷിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ഡ്രസ്സുകള് ഇസ്ലാം പഠിപ്പിച്ച പ്രവാചകന്റെ മര്യാദക്കനുസരിച്ചാവണം. അതിനർത്ഥം കളറിടാൻ പാടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭംഗിയുള്ളത് ധരിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. ഒരു MSMകാരനെ ചൂണ്ടിയിട്ട് ഈ ഒരു MSMകാരനായല്ലോടോ എന്ന് മറ്റൊരാൾ ചോദിക്കുന്ന ഗതികേടുണ്ടാവരുത്. നമ്മളെ മുടിവെട്ടലിൽ, നമ്മളുടെ വസ്ത്രധാരണത്തിൽ, നമ്മളെ വീട്ടിലെ കല്യാണത്തിൽ, നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഇതര അത്തരത്തിലുള്ള വസ്ത്രധാരണ രീതികളിൽ. അതാണ് ഇസ്ലാം പഠിപ്പിച്ച മര്യാദയും പ്രവാചക സ്നേഹം. അള്ളാഹുവിന്റെ റസൂൽ എന്തെത്തിച്ചു തന്നോ അത് സ്വീകരിക്കുക, എന്തിനെ തൊട്ട് വിരോധിച്ചോ അതിനെ തൊട്ട് മാറി നിൽക്കുക. കപട ആത്മീയതയുടെ വക്താക്കൾ കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ട, മതത്തിന്റെ ചിഹ്നങ്ങളെ മാത്രം സ്നേഹിച്ച് ചിഹ്നങ്ങളില്ലാത്തവരോട് മിണ്ടില്ല, അത്തരത്തിലുള്ളവരുടെ പിന്നിൽ നിൽക്കാൻ പാടില്ല, അവരൊക്കെ മുർത്തദ്ദീങ്ങളാണ്, മതത്തിന്റെ പുറത്തുപോയവരാണ് എന്ന് ആക്ഷേപിച്ചൊരു കപട ആത്മീയവാദികളും കപട ആത്മീയവാദികളുടെ തൊട്ടപ്പന്മാരായി ചെറുപ്പക്കാരും മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ മതത്തിന്റെ ആശയം പെരുമാറ്റത്തിലൂടെയും സ്വഭാവത്തിലൂടെയും നമ്മളെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ എന്റെ അനിയന്മാർക്ക് അനിയത്തിമാർക്ക് സാധിക്കണം. അഞ്ചാമത്തത് അൽ ഈമാനു ബിയൗമിൽ ആഖിർ, പരലോകത്തുള്ള വിശ്വാസം. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകത്തുനിന്ന് തിരിച്ചു പോകേണ്ടിവരാ നമ്മളെല്ലാവരും. ഈ സംസാരിക്കുന്ന ഞാൻ എന്റെ നാടായ നന്മണ്ടയിലേക്ക് എത്തുമോ? യാതൊരു ഉറപ്പുമില്ല.
യാത്രയാക്കി എന്റെ ഭാര്യയുടെ 2 കണ്ണുകളെ എനിക്ക് തിരിച്ചു കാണാൻ പറ്റുമോ? ഒരുറപ്പും എന്റെ ജീവിതത്തിലില്ല. എന്റെ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഇന്ന് വീട്ടിലേക്ക് മടങ്ങി ഉമ്മയോ പെങ്ങന്മാരോ എടുത്തു തരുന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ, കാണാൻ, അവരെ അനുഭവിക്കാൻ, അവരെ അടുത്തിരിക്കാൻ കഴിവുണ്ടോ? അറിയേല മനുഷ്യരെ. പ്രായത്തിന്റെ വ്യത്യാസമല്ലാതെ, വലുപ്പച്ചെറുപ്പം നോക്കാതെ, മനുഷ്യന്റെ ആഗ്രഹങ്ങൾ പരിഗണിക്കാതെ ഓരോരുത്തരെയും അല്ലാഹു തആല തിരിച്ചു കൊണ്ടുപോവുക. ഒരു ഉദാഹരണം പറയാറുണ്ട്. ഇരുചക്ര വാഹനത്തിൽ പാറിപ്പറക്കുന്ന ചെറുപ്പക്കാരൻ, 2 ആളുകൾ റോഡ് മുറിച്ചു കടക്കാൻ വെപ്രാളപ്പെടുന്ന ഒരു പ്രായമുള്ള കാക്കാനോട് മുൻപ് കൊണ്ടുവന്നൊന്ന് വെട്ടിച്ചിട്ട് വേക്കിലുള്ള വിളിച്ചോർന്നു, കാക്ക മരിക്കാൻ നേരത്ത് പൊരേ കുത്തിരുന്നാ പോരെ. പറഞ്ഞു തീർന്നിട്ടില്ല. തൊട്ടു മുൻപിലുള്ള വളവില് ആ വാഹനത്തുമ്പിലേക്ക് അതിനേക്കാളും ചക്രം കൂടുതലുള്ള വാഹനം കയറി 2ന്റെയും കണ്ണടക്കം റോട്ടിലേക്ക് ഉരുണ്ടു വീണ് മരിച്ചു പോയപ്പോ അത്രയുള്ളൂ മനുഷ്യരെന്റെ നിങ്ങളെയും ജീവിതം. 2 മിനിറ്റ് 36 സെക്കൻഡ് നിലയ്ക്കാത്ത ഈ ഹൃദയമൊന്ന് നിലച്ചുപോയാൽ അവിടെ തീരും നമ്മളെ ജീവിതം. ആ മരണാനന്തര ലോകം 6 അടി മണ്ണിലേക്ക് വെച്ച് സ്ലേവിട്ട് മണ്ണിട്ട് പോടി പോരുന്ന ബന്ധമേ നമ്മളും നാട്ടുകാരും തമ്മിലുള്ളൂ. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വറഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ എന്ന് മാത്രമേ എനിക്ക് വേണ്ടിയിട്ട് എന്റെ കുടുംബം, എന്റെ രക്ഷിതാക്കൾ, എന്റെ കൂട്ടുകാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ. പിന്നീട് ജീവിതത്തിൽ ഇന്ന് വരെ നമ്മളെ സഹോദരന്റെ സുഹൃത്തിന്റെ ഖബറിന്റെ അടുത്തേക്ക് ഒരു തവണ പോലും നമ്മൾ പോയിട്ടില്ല. അന്ന് പോയി ചൊല്ലിപ്പോന്നതാ. അത്രേ ബന്ധമുള്ളൂ നമ്മൾ ഈ ദുനിയാവും തമ്മിൽ. മരിച്ചവരെ പറ്റിയാ നമ്മൾ ചിന്തിക്കുന്നത്. മരിച്ചവർ ഉപേക്ഷിച്ചവരെ പറ്റിയല്ല ചിന്തിക്കേണ്ടത്. ഞാൻ മരിച്ചോ, എന്റെ പെണ്ണുങ്ങൾ എന്താക്കും റബ്ബേ, ഓളെനി ആരാ കെട്ടുക, എന്റെ 2 പെൺകുട്ടിക്ക് ഇനി ആരാ വാപ്പ എന്നല്ല ഞാൻ ചിന്തിക്കേണ്ടത്. നമ്മൾ അതാ ചിന്തിക്കുക. മരിച്ച എന്നെ പറ്റി ചിന്തിക്കണം, മരിക്കുന്നവരെ പറ്റി ചിന്തിക്കണം. അവൻ ഒറ്റക്കല്ലേ, 6 അടി മണ്ണിൽ ഒറ്റക്കല്ലേ അവനെ വെച്ചത്, ചൊല്ലിപ്പോന്നിട്ടല്ലേ ഉള്ളൂ. അതിനുള്ളിൽ എന്താ പിന്നെ സംഭവിക്കുന്നത്? അവിടെ അവനെ സംരക്ഷിക്കാൻ ആരാ? അവന്റെ മരിച്ചുപോയ ആ ചെറുപ്പക്കാരന്റെ ഭാര്യയ്ക്ക് അവന്റെ ഉമ്മ ഉണ്ടാവാം, നാട്ടുകാരുണ്ടാവാം, മഹല്ലുകാരുണ്ടാവാം, ബന്ധക്കാരോ സുഹൃത്തുക്കളോ ഉണ്ടാവാം, ആശ്വാസത്തിനും സമാധാനത്തിനും. പക്ഷെ 6 അടി മണ്ണിൽ കിടക്കുന്ന ഇരിക്കുങ്ങൾക്കും ഞാനും നിങ്ങളും മാത്ര സാക്ഷി. നമ്മൾ മാത്ര സ്വയം സമാധാനം. ആ മരണം നമ്മളെ തേടിയെത്താനുണ്ട്. അതിന്റെ മുൻപ് ആ മരണപ്പെട്ടതിന് ശേഷമുള്ള ഖബറെന്ന ലോകത്തെ പറ്റിയും വരാനിരിക്കുന്ന മഹ്ശറയെ പറ്റിയും ആവർത്തിച്ച് ചിന്തിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമ്മളെ കൊണ്ട് പറ്റണം. 6ാമത്തേത് അൽ ഈമാനു ബി ഖദരിഹി, അള്ളാന്റെ വിധിയിലുള്ള വിശ്വാസം. ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ അള്ളാന്റെ തീരുമാന. ആ തീരുമാനം നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. അതുകൊണ്ടാ വലൗല, ഇങ്ങനെയായിരുന്നെങ്കിൽ, അങ്ങനെയായിരുന്നെങ്കിൽ എന്നൊരു വർത്താനം ഇസ്ലാമിലില്ല. അള്ളാഹ് തീരുമാനിക്കും, നമ്മൾ അനുഭവിക്കും. ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അള്ളാന്റെ തീരുമാനങ്ങളാ. അതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട, സങ്കടപ്പെടേണ്ടതില്ല. നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ഒരു ജനതയെ വാർത്തെടുക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. മെനക്കെട്ടിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അള്ളാഹുവിനോട് പറയാനുള്ള ഒരു മറുപടി കണ്ടെത്തുക. അള്ളാഹുവേ, ഞാൻ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്. അതാണ് അള്ളാഹു തആല ഓർമ്മപ്പെടുത്തിയതും. ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുനിയാനും മർസൂസ്. ചേർത്ത് വെക്കപ്പെട്ട കരിങ്കല്ലുകളെ പോലെ, മരത്തടികളെ പോലെ നിങ്ങൾ ഉറച്ചു നിന്നാൽ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു ജനതയെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അതല്ല, അതൊക്കെ ആരെങ്കിലും നോക്കട്ടെ എന്ന് കരുതി അവനാന്റെ നേട്ടവും ലക്ഷ്യവും ദുനിയാവും വിചാരിച്ച് മറ്റുള്ളവരെ കാര്യങ്ങൾ ഏൽപ്പിച്ച് സ്വന്തം വലുപ്പത്തരം വെട്ടിപ്പിടിക്കാനാണ് ആഗ്രഹമെങ്കിൽ, സമ്പാദിച്ചവരാവട്ടെ വാരിപ്പിടിച്ചവരാവട്ടെ, കാത്തരി പൊന്നോ കാത്തരി മണ്ണോ അള്ളാന്റെ ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയിട്ടില്ല. കാരണം വന്നപ്പോഴും ഈ ഭൂമി ഇവിടെ ഉണ്ട്, പോകുമ്പോഴും ഭൂമി ഇവിടെ ഉണ്ടാവും. വന്നപ്പോഴും ഈ ലോകത്ത് ആരൊക്കെയുണ്ടോ അവരിൽ പലരെയും നമ്മൾ പോകുമ്പോൾ കണ്ടുകൊള്ളണമെന്നില്ല. അതാണ് ജീവിതം എന്ന തിരിച്ചറിവോടെ ഈമാനുള്ള, ഹൃദയത്തിൽ വിശ്വാസമുള്ള, അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന നല്ല അനിയന്മാരാവുക, പ്രവർത്തകന്മാരാകുക. അള്ളാഹുവിന്റെ ദീനിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന നല്ല സമൂഹമായി മാറാൻ നമ്മൾ തയ്യാറാവണം. അത്തരക്കാരെ പറ്റിയാണ് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയതും. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ. ജനങ്ങളുടെ കൂട്ടത്തിൽ ചിലരെ നിങ്ങൾക്ക് കാണാം, ഈമാൻ ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട് എന്ന് അവർ പറയും. പരലോകത്തെ പറ്റി പറഞ്ഞാലും അതിലും അവർക്ക് വിശ്വാസം ഉണ്ട് എന്ന് പറയും. വമാഹും ബിമുഅ്മിനീൻ, മനസ്സിൽ ഈമാൻ കയറാത്തവരാണവർ. ആ കയറാത്തവരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം, അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കണം. അത്തരത്തിലുള്ള നല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.